ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായും കാണണം. അപ്പോൾ ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് നമ്മളുടെ ചെടി വെച്ചിരുന്ന ഒരു ജാറുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി, അതുപോലെ സ്റ്റോണൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ പുതിയൊരു ചെടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം ഒരു പുതുമ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിനൊരു സന്തോഷമാണല്ലോ അല്ലേ. അങ്ങനെ നമ്മളെ കട്ടൻ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടോടെ തന്നെ രാവിലെ കുടിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ചായ കുടിക്കാറില്ല, അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് കുടിക്കണമെന്ന് തോന്നി. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. ചെറുമത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ചെറുമത്തി. അപ്പോൾ ഈ സമയത്ത് ഇഷ്ടംപോലെ നല്ല വില കുറവിൽ കിട്ടാനുണ്ടല്ലേ. അപ്പോൾ ഈ സമയത്താണ് നമ്മളധികം നമ്മളെ ഹെൽത്തി ആയ ഒരു വിഭവം എന്ന് പറയാൻ ചെറുമത്തി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൂള ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇന്ന് കറി വെക്കണത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാളയും പച്ചമുളകും, പിന്നെ നമ്മൾ എണ്ണയിലേക്ക് വലിയ ജീരകവും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അത് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിക്കോട് കൂടിയുള്ളൊരു കറിയാണ്. ദോശയിലേക്കും ചോറിലേക്കും അതുപോലെ നമുക്ക് പൂള എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ എടുക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ചോളനും പൂളയും അതുപോലെ കുറച്ച് കൂവയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൂവയും ചോളനും ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പുഴുങ്ങി, നമുക്ക് ഇത് പുഴുങ്ങുമ്പോൾ അതിൻ്റെ മണം വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. കൂവയുടെ മണവും ചോളോൻ്റെ മണമൊക്കെ. അപ്പോൾ ആദ്യം തന്നെ വേഗം പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പൂളയും മീൻകറിയൊക്കെ ആകാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിത് കഴിക്കാമല്ലോ. അപ്പോൾ മോള് കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും അതുപോലെ മുളകും പൊടിയും കൂടി ചേർത്ത് ഒന്ന് നമ്മളെ സ്റ്റൗമ്മ വെക്കുകയാണ് കേട്ടോ. ഒന്നും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ടൂറൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നതാണ് ഇതുപോലത്തെയൊക്കെ. അത് നമ്മളെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂളയൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കറിയൊക്കെ ഒഴിച്ച് നന്നായി കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകളാക്കി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും ചീനമുളകും വെച്ച് അടിപൊളിയൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.